ഇനി കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് നിന്ന് അനൽക സേതംവിയുണ്ട്. അനൽക, വെസ്റ്റ് ഹില്ലിലെ ഒരുക്കങ്ങൾ പൂർണ്ണമാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ചടങ്ങുകൾ എപ്പോൾ തുടങ്ങും? അരുണ്യ, ഏകദേശം 8:30 കൂടിയിട്ട് കോഴിക്കോട് വിക്രം മൈതാനിൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരിപാടികൾ തുടങ്ങും. മന്ത്രി, അതെ, ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരിക്കും ഇവിടെ സല്യൂട്ട് സ്വീകരിക്കുന്നതും പതാക ഉയർത്തുന്നതും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അതായത് വിവിധ സ്കൂളുകളിലെ ഈ എൻ സി സി അതേപോലെ തന്നെ NCC, സ്കൗട്ട്, JRC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പോലീസ്, അഗ്നിരക്ഷാ സേന, വനംവകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25ലധികം പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു പരേഡാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിലവിൽ ഏകദേശം 8:30 കൂടിയിട്ട് തന്നെ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മന്ത്രി അല്പനേരങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. കൂടാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ കോഴിക്കോട് വിക്രം മൈതാനിൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ റിപ്പബ്ലിക് ദിന പരേഡും അതേപോലെ തന്നെ സല്യൂട്ട് സ്വീകരിക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ NCC അതേപോലെ തന്നെ സ്കൗട്ട്, JRC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന പരേഡും ഇവിടെ നടക്കും. ഏകദേശം 500-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. അതായത് MLA പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ഈ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അതായത് ചില പുരസ്കാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പരിപാടി വീക്ഷിക്കാനായിട്ട് അതായത് എല്ലാ തവണയുടെ പരിപാടി നടക്കുന്ന സമയത്തും വലിയ ജനപങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ റിപ്പബ്ലിക് ദിന പരിപാടി. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഇനി മന്ത്രി എത്തി ഈ പതാക ഉയർത്തിയാൽ ഇതിൻ്റെ ഈ റിപ്പബ്ലിക് ദിന പരിപാടി ആരംഭിക്കും. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ പരിപാടി വീക്ഷിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഏകദേശം നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം 8:30 കൂടിയിട്ട് തന്നെ ഇവിടെ മന്ത്രി എത്തും. മറ്റ് പരിപാടികൾ ആരംഭിക്കും. ഇവിടെ NCC അതേപോലെ തന്നെ ആർമി, അതിലെല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. ദൃശ്യം കാണുന്ന പോലെ നാട്ടുകാരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഈ കോഴിക്കോട് വിക്രം മൈതാനിൽ, ഇതേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു മൈതാനം കൂടിയാണ്. ഈ മിലിറ്ററി ക്യാമ്പോടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ NCC അതോടൊപ്പം തന്നെ സ്കൗട്ട്, അതായത് ഈ വിദഗ്ധരുടെ പരിശീലനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഈ പരിപാടി ഏകദേശം 8:30 കൂടിയിട്ട് തന്നെ നമുക്ക് ആരംഭിക്കും. മന്ത്രി അല്പനേരങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. കോഴിക്കോട് ജില്ലാ കളക്ടർ അല്പനേരങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. അരുണ്യ, അതാണ് സംസ്ഥാനത്ത് വിവിധ നഗരങ്ങളിൽ 76 റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം വിവിധയിടങ്ങളിൽ പതാക ഉയർത്തിയ ആഘോഷങ്ങളിലേക്ക് കടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ VS അനുരാഗും, അനൽക സേതംവിയും, സഹിൻ ആന്റണിയും.